Welcome to chemistry class. Today I am discussing organic chemistry, some basic principles and techniques. Last ക്ലാസ്സിൽ നമ്മൾ ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺസ്, cyclic hydrocarbons and compounds with single functional group അതിൻ്റെ IUPAC നെയിമിംഗ് ആണ് നോക്കിയത്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണുക, അതിനുശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പോളി ഫങ്ഷണൽ കോമ്പൗണ്ട്സിൻ്റെ IUPAC നെയിമിംഗ് ആണ്. ആദ്യമായിട്ട് ഒരു കോമ്പൗണ്ട് കിട്ടുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുണ്ടാവുക ഒരു വേർഡ് റൂട്ട് ആണ്. ദാറ്റ് ഇസ് ദ മെയിൻ കോർ ഓഫ് ദി കോമ്പൗണ്ട് ഓർ മെയിൻ കോർ ഓഫ് ദി നെയിം. അപ്പോൾ നെയിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. വേർഡ് റൂട്ട് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് കാർബൺസ്. സോ 1 കാർബൺ ആണെങ്കിൽ നമ്മൾ മെത്ത് കൊടുക്കും, ദെൻ 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ പ്രോപ്പ്, 4 കാർബൺ ബ്യൂട്ട്, ലൈക്ക് ദാറ്റ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു നെയിമിങ്ങിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം. ദാറ്റ് ഇസ് വേർഡ് റൂട്ട്. ഈ വേർഡ് റൂട്ടിന് ശേഷം വി ഹാവ് ടു ആഡ് ദ പ്രൈമറി സഫിക്സ്. വാട്ട് ഇസ് മീൻ ബൈ പ്രൈമറി സഫിക്സ്? ദാറ്റ് ഇൻഡിക്കേറ്റ് വെദർ ദ കോമ്പൗണ്ട് ഈസ് സാച്ചുറേറ്റഡ് ഓർ നോട്ട്. കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേർഡ് റൂട്ടിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെദർ ദ കോമ്പൗണ്ട് ഈസ് ആൽക്കെയിൻ, ആൽക്കീൻ ഓർ ആൽക്കൈൻ. So we can add ain, ene or ine along with the word root. അപ്പോൾ വേർഡ് റൂട്ടിന്റെ കൂടെ നമുക്ക് ആൽക്കൈൻ ആണെങ്കിൽ എയിൻ ചേർക്കുക, ആൽക്കീൻ ആണെങ്കിൽ ഈൻ ചേർക്കുക, ആൽക്കൈൻ ആണെങ്കിൽ ഐൻ ചേർക്കുക. then അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് എ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. നമ്മൾ പോളി ഫംഗ്ഷൻ കോമ്പൗണ്ട്സ് നോക്കുന്ന സമയത്ത് അവിടെ ഒന്നിലധികം ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് വരാം. അങ്ങനെ വരുന്ന സമയത്ത് ഏതാണോ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അതിനൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. ദാറ്റ് വി വിൽ സീ ലേറ്റർ. അപ്പം നമ്മൾ അതിനകത്ത് ഏതാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അതാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് ആയിട്ട് കൊടുക്കുന്നത്. ദെൻ OH ആണെങ്കിൽ നമ്മൾ ഓൾന്ന് കൊടുക്കും, CH ആണെങ്കിൽ ആൽഡിഹൈഡ് കൊടുക്കും, COH ആണെങ്കിൽ ഓയിക് ആസിഡ് കൊടുക്കും വിത്ത് ഇറ്റ്സ് പൊസിഷൻ. ദെൻ സെക്കൻഡ് പ്രൈമറി പ്രിഫിക്സ്. വേർഡ് റൂട്ടിന് മുൻപ് നമ്മൾ കൊടുക്കുന്നതാണ് പ്രൈമറി പ്രിഫിക്സ്. എന്താണ് പ്രൈമറി പ്രിഫിക്സ്? അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് വെദർ ദ കോമ്പൗണ്ട് ഈസ് സൈക്ലിക് ഓർ നോട്ട്. സൈക്ലിക് ആണെങ്കിൽ നമ്മൾ സൈക്ലോ എന്ന് കൊടുക്കും, സൈക്ലിക് അല്ലെങ്കിൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അതിന് പുറകിലാണ് നമ്മൾ സെക്കൻഡറി പ്രിഫിക്സ് കൊടുക്കുന്നത്. എന്താണ് സെക്കൻഡറി പ്രിഫിക്സ്? ദാറ്റ് ഇൻഡിക്കേറ്റ് ദ സബ്സ്റ്റിറ്റ്യൂവൻസ് വിത്ത് ഇറ്റ്സ് പൊസിഷൻസ്. അപ്പം മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അതിന്റെ പൊസിഷൻ സെക്കൻഡ് കാർബണിലാണ് മീഥെങ്കിൽ 2 മീഥൈൽ, തേർഡ് കാർബണിക് ക്ലോറിൻ ആണെങ്കിൽ 3 ക്ലോറോ, ലൈക്ക് ദാറ്റ്. അപ്പം നമ്മൾ ഇതാണ് ഒരു നെയിമിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ എന്തൊക്കെയുണ്ട്? വേർഡ് റൂട്ട് ഉണ്ട്, പ്രൈമറി സഫിക്സ്, സെക്കൻഡറി സഫിക്സ്, പ്രൈമറി പ്രിഫിക്സ് ആൻഡ് സെക്കൻഡറി പ്രിഫിക്സ്. And if a compound contain more than one functional group, that is called polyfunctional group. And if the compound contain a polyfunctional group, there is an order of priority. ഇപ്പോൾ ഒരു കോമ്പൗണ്ടിനകത്ത് ഒന്നിലധികം ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. ദ വൺ വിത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി ദാറ്റ് ഇസ് ദ കാർബോക്സിലിക് ആസിഡ്. ഇപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ഗ്രൂപ്പ് ഏതാണ്? ദാറ്റ് ഇസ് ദ കാർബോക്സിലിക് ആസിഡ് ആണ്. തൊട്ട് താഴെയാണ് നമുക്ക് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, സോ 3H ഗ്രൂപ്പ്. then ester group ഉണ്ട്, then acid chloride, then amide, then cyanides, then isocyanides, then aldehydes, then ketones, then alcohol, then thiol or thioalcohol, then amines, then alkenes, and least priorities for the alkynes. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞത് ആൽക്കൈൻസ് ആണ്. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? കാർബോക്സിലിക് ആസിഡിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഇനി നമുക്കിത് പഠിക്കാൻ എങ്ങനെയാണ് നമ്മളിത് കുറച്ചും കൂടെ വേഗത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കുക? നമുക്ക് ഏറ്റവും ടോപ്പിൽ അതായത് ഹയസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. തൊട്ട് താഴെ നമുക്ക് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്, രണ്ടും ആസിഡ് ഗ്രൂപ്പാണ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആൻഡ് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. ഈ തൊട്ട് താഴെ നമുക്ക് കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഏതൊക്കെയാണ് കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ്? എസ്റ്റർ ഉണ്ട്, ആസിഡ് ക്ലോറൈഡ് ഉണ്ട്, അമൈഡ് ഉണ്ട്. ഇത് മൂന്ന് നമുക്ക് ഒന്ന് ചോർത്തിരിക്കാം. എസ്റ്റർ, ആസിഡ് ക്ലോറൈഡ് ആൻഡ് അമൈഡ് കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. സോ ഫസ്റ്റ് കാർബോക്സിലിക് ആസിഡ്, തൊട്ട് താഴെ സൾഫോണിക് ആസിഡ്, ദെൻ കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ്. ഇനി ഗ്രൂപ്പ്സ് വിത്ത് ട്രിപ്പിൾ ബോൺഡ്സ് അതേതൊക്കെയാണ്? സയനൈഡ് ആൻഡ് ഐസോസയനൈഡ്. ഇതിന്റെ ഗ്രൂപ്പിംഗ് ഇങ്ങനെയാണ്: C ട്രിപ്പിൾ ബോണ്ട് N ആൻഡ് N ട്രിപ്പിൾ ബോണ്ട് C. സയനൈഡ്സും ഐസോസയനൈഡ്സും ആണ് ദെൻ വരുന്നത്. ഇനി അതിനേക്കാളും താഴെ പ്രയോറിറ്റി വരുന്നതാണ് ഗ്രൂപ്പ്സ് വിത്ത് ഡബിൾ ബോണ്ട്സ്. ദർ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ്. ആൽഡിഹൈഡ്സിന് ഹയർ പ്രയോറിറ്റി ദാൻ കീറ്റോൺസ്. ദെൻ ഗ്രൂപ്പ്സ് വിത്ത് സിംഗിൾ ബോണ്ട്സ് ആണ് വരുന്നത്. അതിനകത്ത് ആൽക്കഹോൾ ഉണ്ട്, തയോ ആൽക്കഹോൾ ഉണ്ട്, ദെൻ അമീൻസ് ഉണ്ട്. അതിൻ്റെ താഴെയാണ് നമുക്ക് ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് വരുന്നത്. അപ്പൊ നമുക്കിത് ഈ ഒരു ഓർഡറിൽ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രയോറിറ്റി ഓർഡർ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ചില ഗ്രൂപ്പ്സ് പ്രിഫിക്സസ് ആയിട്ടും സഫിക്സസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ നമ്മുടെ ആൽക്കഹോളിക് ഗ്രൂപ്പാണ്, ദാറ്റ് ഇസ് OH ഗ്രൂപ്പാണ്. അത് സഫിക്സ് ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ് ഇസ് നെയിംഡ് ആസ് ഓൾ. സോ ദാറ്റ് ഇസ് എൻഡ് വിത്ത് ഓൾ. ഇനി അത് പ്രിഫിക്സ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് നെയിം ഈസ് ഹൈഡ്രോക്സി. ഇനി കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിലോ
കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ഓൺ എന്നാണ് അത് സഫിക്സ് ചെയ്യുന്നത്. ഇനി അത് പ്രിഫിക്സ് ചെയ്യുകയാണെങ്കിൽ, അത് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഓക്സോ എന്ന് കൊടുക്കണം. ഓർ കീറ്റോ രണ്ടും യൂസ് ചെയ്യാം. ദെൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ, CHO ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ആൽ എന്നാണ് അത് സഫിക്സ് ചെയ്യുന്നത്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ്, സെക്കൻഡറി ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് നെയിംഡ് ആസ് ഫോമിൽ. ദെൻ NH2 ഗ്രൂപ്പ് ആണെങ്കിൽ ദാറ്റ് ഇസ് നെയിംഡ് ആസ് അമീൻ ഇഫ് ഇറ്റ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇനി അത് പ്രിഫിക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, അതിന് കൂടുതൽ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ദിസ് ഈസ് നെയിംഡ് ആസ് അമിനോ വിത്ത് ഇറ്റ്സ് പൊസിഷൻ. ദെൻ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൈനോ ഗ്രൂപ്പ് ആണ്. അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അതിന്റെ IUPAC നെയിം വരുന്ന സമയത്ത് നൈട്രൈൽ എന്നാണ് അതിന് IUPAC നെയിം കൊടുക്കുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പ്രിഫിക്സ്ഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് സൈനോ. ദെൻ ഐസോസൈനൈഡ് ആണെങ്കിൽ അത് IUPAC നെയിം നമ്മൾ സഫിക്സ് ചെയ്യുവാണെങ്കിൽ ഐസോസൈനൈഡ് തന്നെയാണ് കൊടുക്കുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പ്രിഫിക്സ്ഡ് ഇറ്റ് ഈസ് ഐസോസൈനോ. ആൻഡ് SH ദാറ്റ് ഈസ് തയോ ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണ്. ദെൻ ഇറ്റ് ഈസ് നെയിംഡ് ആസ് തയോൾ. ഇനി അത് പ്രിഫിക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നെയിംഡ് ആസ് മെർകാപ്റ്റോ. ഇപ്പം ഇത്രയും ഗ്രൂപ്പ്സ് ആണ് നമ്മൾ സ്പെഷ്യലായിട്ട് പ്രിഫിക്സും സഫിക്സും വരുന്ന സമയത്ത് വ്യത്യസ്തമായ നെയിംസ് കാണിക്കുന്ന കുറച്ച് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ചില ഗ്രൂപ്പ്സ് പ്രിഫിക്സസ് ആയിട്ട് മാത്രമായിട്ട്, അതായത് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നതാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് 4 ഹാലജൻസ് ആണ്. ഹാലജൻസ് ഏതൊക്കെയാണ്? ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ദെൻ അയഡിൻ അയഡോ, ഫ്ലൂറിൻ ഫ്ലൂറോ, ലൈക്ക് ദാറ്റ്. And if it is NO2 group that is nitro. If it is OR group that is alkoxy group ആണ്. Example OCH3 group. OCH3 group എന്ന് പറയുമ്പോൾ R എന്ന് പറയുന്നത് R stands for the alkyl group ആണ്. So CH3 group വരുന്ന സമയത്ത് meth plus oxygen, so that is named as methoxy. Meth plus oxy, that is methoxy. And if it is alkyl group, that also always prefix, that is alkyl. As meth ആണെങ്കിൽ methyl, 2 carbon member ആണെങ്കിൽ ethyl, ബ്യൂട്ടൈൽ, ലൈക്ക് ദാറ്റ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പ്രിഫിക്സസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി 1-2 എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾസിലേക്ക് കടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. സോ ഐഡന്റിഫൈ ദാറ്റ് ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഗ്രൂപ്പ്സ്? ഒന്ന് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലായി, ദാറ്റ് ഇസ് COH. ദ അതർ വൺ ഇസ് CO ഗ്രൂപ്പ്. ഇനി അത് സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഡബിൾ ബോണ്ടില്ല, ട്രിപ്പിൾ ബോണ്ടില്ല. അപ്പോൾ ഇതിനകത്തൊരു കാർബൺ ചെയിൻ ഉണ്ട്, ഒരു COH ഗ്രൂപ്പ് ഉണ്ട്, ഒരു കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ 2 കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദിസ് ഈസ് OIC ആസിഡ്, ഇസ്ന്റ് ഇറ്റ്? കാർബോക്സിലിക് ആസിഡ് ആണ്. സോ ഇതിന്റെ നെയിം കൊടുക്കുന്ന സമയത്ത് ദിസ് ഈസ് OIC ആസിഡ്, കീറ്റോണിക് ഗ്രൂപ്പ് ആണ്. സോ ഒന്ന് കാർബോക്സിലിക് ആസിഡ്, ഒന്ന് കീറ്റോണിക് ഗ്രൂപ്പ് ആണ്. സോ ദർ ഇസ് എൻ ഓർഡർ ഓഫ് പ്രയോറിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഓർഡർ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നത്? ആസിഡ് പോസസ് ഹയസ്റ്റ് പ്രയോറിറ്റി ദാൻ കീറ്റോൺസ്. ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി? ആസിഡ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി. അങ്ങനെ നമ്മൾ ആസിഡ്സിന് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട്, സോ ദിസ് ഇസ് ദ മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഏതാണ് മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? കാർബോക്സിലിക് ആസിഡ് ആണ് ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ കാർബോക്സിലിക് ആസിഡിന് മിനിമം നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ദിസ് ഈസ് ദ ടെർമിനൽ കാർബൺ ഓൾസോ. ഇത് എൻഡിൽ വരുന്നതാണ്, ഒരു ചെയിൻ്റെ എൻഡിൽ വരുന്നതാണ്, ദാറ്റ് ഇസ് എ ടെർമിനൽ കാർബൺ. സോ അങ്ങനെയാകുമ്പോൾ നമ്മുടെ നമ്പറിംഗ് എവിടുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ? ഫ്രം ദ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്. നമ്മുടെ നമ്പറിംഗ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏതാണ് നമ്പറിംഗ് വേ എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് ഫ്രം ഹിയർ. ദാറ്റ് ഇസ് 1 2 3 4 5 6. 6 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഏതാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അതിന് മിനിമം നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പേരുകൾ കൊടുക്കുന്നത്? നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് 5th കാർബണിൽ നമുക്കൊരു കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് കാർബണിൽ നമുക്ക് OIC ആസിഡ് ഉണ്ട്, 1 OIC ആസിഡ് ആണ് അത് വരുന്നത്. ദെൻ 5th കാർബണിൽ ഒരു കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ട്. സോ അത് നമ്മൾ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ പ്രിഫിക്സ് ചെയ്യുവാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പേര് വ്യത്യാസമുണ്ട്. ദാറ്റ് ഇസ് 5 ഓക്സോ ആണ്. 5th കാർബണിൽ ഓക്സോ ഗ്രൂപ്പ് ആണ്. കീറ്റോണിക് ഗ്രൂപ്പിന്റെ വേറെ നെയിം ആണ്. ഇത് പ്രിഫിക്സ് ചെയ്യുവാണ്, അതിന്റെ പേര് ഓക്സോ എന്നാണ്. സോ ദാറ്റ് ഇസ് 5 ഓക്സോ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ ഫൈനൽ നെയിമിലേക്ക് പോകാം. നമ്മൾ എങ്ങനെ ഫൈനൽ നെയിം കൊടുക്കുന്നത്? സോ ദിസ് ഈസ് ദ ഫോർമാറ്റ്. വേർഡ് റൂട്ട് ഉണ്ട്, പ്രൈമറി സഫിക്സ് ഉണ്ട്, സെക്കൻഡറി സഫിക്സ് ഉണ്ട്, പ്രൈമറി പ്രിഫിക്സ് ആൻഡ് സെക്കൻഡറി പ്രിഫിക്സ് ഉണ്ട്. സോ എന്താണ് വേർഡ് റൂട്ട്? വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ലോങ്സ്റ്റ് ചെയിൻ, എത്ര കാർബൺസ് ഉണ്ടെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് ഹെക്സ് ഹിയർ. നമ്മളിവിടെ ഹെക്സ് കൊടുത്തു. ദെൻ പ്രൈമറി സഫിക്സ്, ഓൺലി സിംഗിൾ ബോൺസ് ആർ there, so you can add hein there. ein എന്ന് കൊടുത്തു. Then secondary suffix, that is a main function group ആണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് 1 OIC acid. 1 OIC acid കൊടുത്തു. നമ്മുടെ പ്രൈമറി പ്രിഫിക്സ് സൈക്ലിക് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നതാണ്. നമ്മൾ സൈക്ലിക് അല്ല, സോ നോ നീഡ് ടു ആഡ് എനിത്തിങ് ഹിയർ. Then secondary prefix, that is the
ketonic group ആണ്. So that is 5-oxo here. നമ്മൾ 5-oxo എന്ന് കൊടുത്തു. സോ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. വേർഡ് റൂട്ടിന് ശേഷം നമ്മൾ പ്രൈമറി സഫിക്സ് കൊടുക്കും, ദെൻ സെക്കൻഡറി സഫിക്സ് കൊടുക്കും, അതിന്റെ പുറകിൽ നമ്മൾ സെക്കൻഡറി പ്രീഫിക്സ് കൊടുത്തു. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? that is a vowel letter. So this is a vowel letter. So I have to drop this e from the ain. എന്നുള്ള e നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. സോ ബാക്കി എല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഫൈനൽ നെയിമിലേക്ക് പോവാം. എന്താണ് ഫൈനൽ നെയിം? this is 5-oxo hexane 1-oic acid, or you can write this as 5-oxo hexanoic acid. 5-oxo hexanoic acid. അപ്പൊ എങ്ങനെയാണ് നെയിം കൊടുക്കുന്നത് എന്നുള്ള കണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെയാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് നോക്കുക. എന്താണ് ഓർഡർ ഓഫ് പ്രയോറിറ്റി? നമ്മുടെ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഇവിടെ നോക്കുക. ആസിഡ് ഗ്രേറ്റർ ദാൻ കീറ്റോൺ. ആസിഡിനാണ് കൂടുതൽ പ്രയോറിറ്റി. അപ്പൊ അതനുസരിച്ച് വേണം നമ്മുടെ നെയിമിംഗ് ആൻഡ് നമ്പറിംഗ്. എല്ലാ കാര്യങ്ങളും അത് വെച്ച് ശ്രദ്ധിക്കണം. സോ ഹൗ വിൽ യു ഡ്രോ ദ ബോണ്ട് ലൈൻസ്? ബോണ്ട് ലൈൻസ് എങ്ങനെ കൊടുക്കും? യെസ്, യു കൻ ഡ്രോ ദ ബോണ്ട് ലൈൻ ലൈക്ക് ദിസ്. 6 കാർബൺസ് വേണം. സോ 1 2 3 നമ്മൾ സിക്സാക് മോഡലാണ് കൊടുക്കുന്നത്. ദിസ് ഇസ് 4 and this is 5. So how will you give the numbers? അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്പറിംഗ് കൊടുക്കുക. നമ്പറിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിൽ നിന്നാണ് അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ആസ് 1 2 3 4 5 6 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. സോ ഇതിനോട് കൂടി വീണ്ടും നമ്മൾ ഫസ്റ്റ് കാർബണിൽ നമുക്ക് COH ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ വീണ്ടും ഒരു COH കൂടി ഇവിടെ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ട് COH ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കാർബൺസ് ആയിട്ട് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? ഈ എൻഡ് കാർബൺ എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് 1 കാർബൺ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മളൊരു ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് OH ആണ് കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ കാർബോക്സിലിക് ഗ്രൂപ്പ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് as C ഡബിൾ ബോണ്ട് OH. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ എൻഡ് കാർബൺ എന്ന് പറയുന്നത് തന്നെ ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്. സോ നമ്മളിവിടെ ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡബിൾ ബോണ്ടഡ് O അങ്ങനെ തന്നെ ആക്കുക. C ഡബിൾ ബോണ്ടഡ് O ആക്കുക. പിന്നെ നമ്മൾ ഒരു OH കൂടെ അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ദിസ് ഈസ് C ഡബിൾ ബോണ്ടഡ് OH. ദെൻ വാട്ട് അബൌട്ട് ദ ഫിഫ്ത്ത് കാർബൺ? ഫിഫ്ത്ത് കാർബണിൽ നമുക്കൊരു ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ ഹെക്സ് നമ്മൾ കൊടുത്തു. ദെൻ ഓയിക് ആസിഡിന്റെ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ കൊടുക്കാനുള്ളത്? S5-oxoയും കൂടെ കൊടുക്കണം. സോ ഫിഫ്ത്ത് കാർബണിൽ നമുക്കൊരു ഡബിൾ ബോണ്ടഡ് O ആണ്. C ഡബിൾ ബോണ്ടഡ് O ആണ്. നമുക്കിത് മാത്രം കാണിച്ചാൽ മതിയും. സോ ദിസ് ഈസ് ദ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് അടുത്ത കോമ്പൗണ്ടിലേക്ക് പോവാം. അടുത്ത കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറെ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഗ്രൂപ്പ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്, ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. സോ രണ്ടും കീറ്റോണിക് ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ നെയിം കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഓൺ. വേറെ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. അപ്പം പ്രയോറിറ്റി ഓർഡർ നോക്കാനൊന്നുമില്ല. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് രണ്ടും കീറ്റോണിക് ഗ്രൂപ്പ് ആണ്. സോ ഓൺ കൊടുക്കാം. ഇനി നമ്പറിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്പറിംഗ് ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം one end in which the ketonic group should get minimum number or the lowest possible locant. ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം ഇതിന് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഇഫ് യു സ്റ്റാർട്ടിംഗ് ദ നമ്പറിംഗ് ഫ്രം ദിസ് എൻഡ് ആസ് 1 2 3 4 5 6 എവിടേക്കാണ് കീറ്റോണിക് ഗ്രൂപ്പിന്റെ പൊസിഷൻസ്? ഇറ്റ് ഈസ് ഓൺ ദ 3rd കാർബൺ ആൻഡ് ഓൺ ദ 5th കാർബൺ. സോ കീറ്റോണിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3 5 2 ഓൺസ് ആണ്. സോ ഡൈ ഓൺ ആണ്. സോ 3ലും 5ലും ആണ്. സോ ഇഫ് ദ നമ്പറിംഗ് ഇസ് സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് എൻഡ് ഫ്രം ഹിയർ 1 2 3 4 5 6. What about the positions? Yes, this is on the 2nd and 4th carbon. So lowest locant rule നമുക്കറിയാം. ഇവിടെ ഏത് തന്നെയാണ് കുറഞ്ഞ നമ്പർ ഉള്ളത്? ഇതിന്റെ സം എടുക്കുമ്പോൾ ഏതിനാണ് കുറവ്? So this is the correct way. So this is correct way and this is wrong way. So which is the correct numbering? This is the correct numbering from right to left. അപ്പൊ നമ്മുടെ കറക്റ്റ് നമ്പറിംഗ് നോക്കിയിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 6 കാർബൺസ് ആണ്. നേരത്തെ പോലെ തന്നെ നമുക്ക് 6 കാർബൺസ് ആണ് വന്നിരിക്കുന്നത്. സോ വാട്ട് അബൌട്ട് വേർഡ് റൂട്ട്? വേർഡ് റൂട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ ആഡ് ദ ഹെക്സ് ഹിയർ. 6 കാർബണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് നമ്മൾ കൊടുത്തു. പ്രൈമറി സഫിക്സ് ഓൺലി സിംഗിൾ ബോൺസ് ആർ ദേർ. അപ്പൊ നമ്മൾക്ക് എന്ത് കൊടുക്കാം? എയിൻ കൊടുക്കാം. ഇനി എന്ത് കൊടുക്കണം? സെക്കൻഡറി സഫിക്സ് കൊടുക്കണം. എന്താ സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് 2nd and 4th നമുക്ക് കീറ്റോണിക് ഗ്രൂപ്പ് ആണ്. സോ യു ക്യാൻ ആഡ് 2, 4 ഡൈ ഓൺ.
ഡൈ ആണ് ഇവിടുത്തെ ലെറ്റർ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന നെയിം എന്ന് പറയുന്നത് ഡി ആണ്, നോട്ട് വവൽ. സോ ദിസ് ഈസ് നോട്ട് വവൽ. സോ റിമെമ്പർ ദ റൂൾ, നോ നീഡ് ടു ഡ്രോപ്പ് ദിസ്. ദിസ് ഈസ് നോട്ട് ഡ്രോപ്ഡ്. ഇത് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നെയിം എന്ത് വരും? ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടോ? പ്രൈമറി പ്രിഫിക്സ് ഇല്ല, സെക്കൻഡറി പ്രിഫിക്സ് ഇല്ല, സ്പെഷ്യൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നുമില്ല. സോ ഈ രണ്ട് ഭാഗം വേക്കൻ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫൈനൽ നെയിം, കറക്റ്റഡ് നെയിം എങ്ങനെ വരും? എസ് ദിസ് ഈസ് നെയിംഡ് ആസ് ഹെക്സെയിൻ. ഫുള്ളായിട്ട് കൊടുക്കണം, ഹെക്സെയിൻ കൊടുക്കണം. ദെൻ 2,4 ഡൈ ഓൺ. ഈ നമ്പേഴ്സ് ഇടയിൽ വരുന്ന സമയത്ത് യു ഹാവ് ടു പുട്ട് ദ ഹൈഫൻസ് ഓൺ എയ്തർ സൈഡ്സ്. രണ്ട് സൈഡിൽ നമ്മൾ ഹൈഫൻസ് കൊടുക്കണം. സോ ദിസ് ഈസ് ഹെക്സെയിൻ 2,4 ഡയോൺ ആണ്. ഇനി നമ്മൾ ഇതിന്റെ ബോണ്ട് ലൈൻസ് നമുക്ക് കൊടുക്കാം. ബോണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് 6 കാർബൺസ് ആണ് വരുന്നത്. സോ യു ക്യാൻ ഡ്രോ ദാറ്റ് ഇൻ എ സിക്സാഗ് വേ. 2, 3, 4, 5 then 6 നമ്മൾ കൊടുത്തു. യു ക്യാൻ നമ്പർ ദിസ്. എ സൈഡിന് വേണമെങ്കിൽ നമ്പർ ചെയ്യാം. സ്റ്റാർട്ടിങ് നമ്പറിംഗ് ഫ്രം ദിസ് ആൻഡ് 1, 2, 3, 4, 5, 6. എന്താ സ്പെഷ്യാലിറ്റി? എസ് ഹെക്സ് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹെക്സൈൻ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി 2ലും 4ലും നമുക്ക് 2 കീറ്റോണിക് ഗ്രൂപ്പ്സ് ആണുള്ളത്. അത് നമ്മൾ കൊടുക്കുക. സെക്കൻഡിൽ നമുക്കൊരു കീറ്റോണിക് ഗ്രൂപ്പ്, ദെൻ 4ത്തിൽ നമുക്കൊരു കീറ്റോണിക് ഗ്രൂപ്പ്. സോ സെക്കൻഡ് ആൻഡ് 4ത്തിൽ നമ്മൾ കീറ്റോണിക് ഗ്രൂപ്പ് കൊടുത്തു. അപ്പം നമ്മുടെ നെയിം ഇവിടെ കംപ്ലീറ്റ് ആയി. സോ ദിസ് ഈസ് ഹെക്സൈൻ 2,4 ഡയോൺ ആണ്. അപ്പോൾ ഒന്നിലധികം ഫങ്ഷൻ ഗ്രൂപ്പ്സ്, സഫിക്സ് ആയിട്ട് എടുക്കുന്ന ഫങ്ഷൻ ഗ്രൂപ്പ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നോ നീഡ് ടു ഡ്രോപ്പ് ദിസ് ഇ. റിമെമ്പർ ദാറ്റ്. ദെൻ ട്രൈ ദ നെക്സ്റ്റ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് കോമ്പൗണ്ട്. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഗ്രൂപ്പ്സ്? ഒരു വലിയ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ഒരു ആൽക്കീൻ ആണ്. സോ ദാറ്റ് ഈസ് ഈൻ. വാട്ട് അബൌട്ട് ഹിയർ? ഹിയർ ഓൾസോ ഈൻ. വാട്ട് അബൌട്ട് ഹിയർ? ദിസ് ഈസ് ഐൻ. 3 കണ്ടു. ഇനി എന്താണ് ഓർഡർ ഓഫ് പ്രയോറിറ്റി? നമുക്ക് 2 സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ആണുള്ളത്. ഒന്ന് ഈൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ ആണ്. ഏതിനാണ് പ്രയോറിറ്റി ഓർഡർ കൂടുതൽ? ആൽക്കീൻ പോസസ് ഹയസ്റ്റ് പ്രയോറിറ്റി ദാൻ ആൽക്കൈൻ. സോ പ്രയോറിറ്റി ഓർഡർ ഇതാണ്. ആൽക്കിൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി. അങ്ങനെയാകുമ്പോൾ നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് ശ്രദ്ധിക്കണം? പ്രയോറിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എസ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ഓൺലി. ഇവിടുന്ന് നമുക്ക് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എസ് 1, 2, 3, 4, 5, 6. നമ്മൾ ഈ സൈഡിൽ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്താൽ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൽക്കൈൻ ആണ് ഫസ്റ്റ് മിനിമം നമ്പർ കിട്ടുക. സോ അത് പാടില്ല. നമ്മൾ എപ്പോഴും എവിടെ നിന്ന് ചെയ്യാവുള്ളൂ? ലെഫ്റ്റിൽ നിന്ന് ചെയ്യാൻ പാടുള്ളൂ. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ലോങ്സ്റ്റ് ചെയിൻ അഗെയിൻ 6 കാർബൺ ചെയിൻ ആണ്. നമ്മൾ എന്ത് കൊടുക്കുക? എസ് വേർഡ് റൂട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹെക്സ് കൊടുത്തു. വാട്ട് അബൌട്ട് പ്രൈമറി സഫിക്സ്? ഏനാണോ, ഈനാണോ, ഐനാണോ? എസ് ഈനുണ്ട്, ഐനുണ്ട്. ഏതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഈൻ കൊടുക്കുക, ദെൻ ഐൻ. അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഈൻ, ദെൻ ഐൻ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഈനാണ് ആഡ് ചെയ്യേണ്ടത്. ഈന്റെ പൊസിഷൻ, ഡബിൾ ബോൺസിന്റെ പൊസിഷൻസ് പറയാം. എവിടെയൊക്കെയാണ് നമ്മുടെ പൊസിഷൻസ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് പൊസിഷനിൽ ഒന്നുണ്ട്, ബിറ്റ്വീൻ 1 and 2 and between 3 and 4. So this is 1 in and this is 3 in. What about alkyne? That is on the 5th position between 5 and 6. So you have to take 5 in. Okay. So how will you give the name? Hexine കൂടെ എന്ത് ആഡ് ചെയ്യുക? is 1ലും 3ലും ഈൻ ഉണ്ട്. സോ യു ക്യാൻ ആഡ് 1,3. 2 ഈൻസ് ആണ്. സോ ഡൈ ഈൻ കൊടുക്കുക, ഡൈ ഈൻ. അതിനുശേഷം എന്ത് കൊടുക്കുക? ഐൻ്റെ പൊസിഷൻ കൊടുക്കുക. ദാറ്റ് ഇസ് 5 ഐൻ ആണ്. നമ്മളതവിടെ കൊടുത്തു. ബട്ട് ദിസ് ഐൻ, ദാറ്റ് ഇസ് എ വോവൽ സൗണ്ട്. ദിസ് ഇസ് വോവൽ സൗണ്ട്. വോവൽ സൗണ്ട് ആണ്. അതുകൊണ്ടാണ് സോ വാട്ട് നമ്മൾ എന്ത് ചെയ്യും? ദിസ് ഈൻ ഷുഡ് ബി, the e should be dropped. So this should be dropped. ഈ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. സോ ഈ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ട്. ഇഫ് ഇറ്റ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ബോൺസ്, ഇപ്പൊ ഡബിൾ ബോൺസ് ആൻഡ് ട്രിപ്പിൾ ബോൺസ്, നമുക്ക് ഒന്നിലധികം മൾട്ടിപ്പിൾ ബോൺസ് വരുന്ന സമയത്ത് യു ഹാവ് ടു ആഡ് എൻ എ അലോങ് വിത്ത് വേർഡ് റൂട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഓർത്തിരിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ റൂൾസ് എല്ലാം മനസ്സിൽ വയ്ക്കുക. ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ കണ്ടുപിടിക്കുക, നമ്പർ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂവൻസിന് മിനിമം നമ്പർ കിട്ടത്തക്ക രീതിയിൽ നമ്പർ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഏതാണോ, മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണോ, അതിന് മിനിമം നമ്പർ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ നമ്പറിങ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ ആഡ് ചെയ്യുക. വാട്ട് അബൌട്ട് പ്രൈമറി പ്രിഫിക്സ്? നോ പ്രൈമറി പ്രിഫിക്സ്, നോ സെക്കൻഡറി പ്രിഫിക്സ്, സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നുമില്ല. സോ എല്ലാം കൂടി ആഡ് ചെയ്യുക. സോ ദ ഫൈനൽ നെയിം ഈസ്
hexa is 1,3 di-N,5-ine. And here in between the numbers, names in ഇടയിൽ numbers വന്നു കഴിഞ്ഞാൽ you have to add the hyphens on either side of the numbers. രണ്ട് സൈഡിലും നമ്മൾ hyphens കൊടുക്കണം. So what is the final name? Hexa 1,3-di-N,5-ine. Okay. So how will you draw the bond lines? Speed ചെയ്യണം. Bond lines എങ്ങനെ കൊടുക്കാം? Starting from here 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6. Okay. How will you number this? You can start from this end. 1, 2, 3, 4, 5, 6. So how will you give the double bonds and triple bonds? Between 1 and 2, there is a double bond. Here one double bond. And between 3 and 4, there is a double bond. And between 5 and 6, there is a triple bond. So you can add the triple bond like this. And try this compound. Here there is another compound is given. What about this? Identify the function groups. Here one function group. Here the second one. No other special groups. So how will you give the numbering? Or how will you select the longest chain? ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ രണ്ട് ഫങ്ഷൻ ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. ഒന്നാമത്തെ എന്താണ്? ദാറ്റ് ഇസ് ദ OH. ഹിയർ ദർ ഇസ് എ ഡബിൾ ബോണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ചെയിൻ വേണം നമ്മൾക്ക് സെലക്ട് ചെയ്യാനായിട്ട്. സോ ഡോണ്ട് സെലക്ട് ദിസ് ചെയിൻ ആസ് ദ മെയിൻ ചെയിൻ. ഇതല്ല നമ്മുടെ മെയിൻ ചെയിൻ. നമ്മുടെ മെയിൻ ചെയിൻ എങ്ങനെയാണ് പോകുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ചെയിൻ പോകുന്നത്. ഓക്കെ. സോ അങ്ങനെയാകുമ്പോൾ നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്രം ഇവിടുത്തെ മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പ് നമുക്കറിയാം ആൽക്കഹോൾ ആണ്. സോ ഓളിന് ഫസ്റ്റ് പ്രിഫറൻസ്, ദെൻ ആൽക്കീൻ. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. സോ ദിസ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പ്. അതനുസരിച്ചാണ് നമ്മുടെ നെയിം വരുന്നത്. സോ മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പ് നമ്മൾ ഫസ്റ്റ് കാർബണിൽ അറ്റാച്ച് ചെയ്തതുപോലെ കൊടുക്കുക. OH-ന് നമ്മൾ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാർബൺ ചെയിനാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. സോ നമ്പറിങ് സ്റ്റാർട്ട് ഫ്രം ദിസ് കാർബൺ. ദാറ്റ് ഈസ് ഫ്രം ഹിയർ 1, 2, 3, 4. Okay. And this group is considered as a substituent. ഇതെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൺ ദ തേർഡ് കാർബൺ. സോ ദിസ് ഗ്രൂപ്പ് ഈസ് 3-ethyl. On the third carbon, that is an ethyl group. So this is 3-ethyl. And what about the other thing? The longest chain is the 4-carbon chain. So you can add the 4-carbon chain means that is bute. Word root in corresponding at bute kodukam. And what about this? This is 3-ene. Primary suffix in order namukku 3-ene kodukam. What about secondary suffix? Yes, first carbon lana OH ulladu, so that is 1 whole, isn't it? And what about primary prefix? Nothing to add. And what about secondary prefix? Yes, that is 3-ethyl. Then what about the final name? Ellam kude cherthe ezhudha. Here this start with all and the E should be dropped from here. And you can add the names like this. This is 3-ethyl bute 3-N-1-ol. Okay. So this is 3-ethyl bute 3-N-1-ol. Okay. Try another one. What about this case? Here the aldehyde group. Here the ketonic group. C double bond എന്നുള്ളത് നമ്മൾ CO എന്നുള്ളത് ചുരുക്കി എഴുതിയിരിക്കുന്നു. Here a double bonded carbon and here the chlorine. So what about the order of priority? First step il thanne parayam. Order of priority is aldehyde greater than ketone, which is greater than alkene, and finally the halogen, chloro. Okay, this is the order. So this is the one with the highest priority. So how will you number this? Starting from this end, that is 1, 2, 3, 4, 5, 6. Again hex, word root hex. What about primary suffix? Is on the fourth carbon there is a double bond. Fourth carbon namukku double bond undu, so you can add 4-ene here. 4-ene plus what about secondary suffix? Yes, that is aldehyde, that is 1-al. Okay. What about ketonic group? Is
that is 3-oxo. Third carbonലാണ് oxo group വരുന്നത് or keto group. And what about the chlorine? That is present on the 5th position. So that is 5-chloro. Name കൊടുക്കും നമ്മൾ 5-chloro എന്ന് കൊടുത്തു. Then you have to consider this in alphabetic order. C and O. So this will be the first one. And this is second one. So you can add the name like this. And remember here, all, so E should be dropped. Okay. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ പേരുകൾ കൊടുക്കാം. എന്താണ് എഴുതുന്ന പേര്? Is final name, that is 5-chloro. Alphabetically first വരുന്ന ആദ്യം കൊടുക്കുക 5-chloro, 3-oxo, hex, 4N1Al. So this is the final name, 5-chloro, 3-oxo, hex, 4N1Al. Okay. The next compound, identify the special groups. Here one group, here another one. Okay. So these are the special groups. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഗ്രൂപ്പ്സ്? വൺ OH ഉണ്ട്, വൺ ക്ലോറിൻ ഉണ്ട്. സോ ഹൗ യു സെലക്ട് ദ ലോങ്ങസ്റ്റ് ചെയിൻ? ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? യു ക്യാൻ സെലക്ട് ദ ലോങ്ങസ്റ്റ് ചെയിൻ ലൈക്ക് ദിസ് ഫ്രം ദിസ് എൻഡ് ടു ഹിയർ. ആൻഡ് റിമെമ്പർ ദാറ്റ് ദ സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ പ്രസന്റ് ഓൺ ദ റൈറ്റ് സൈഡ്, ഇസന്റ് ഇറ്റ്? സബ്സ്റ്റിറ്റ്യൂവൻസ് കൂടുതലും റൈറ്റ് എൻഡിലാണുള്ളത്. സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് എൻഡിൽ നിന്ന് വേണം നമ്മുടെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ദിസ് ഈസ് വൺ വേ, ഇങ്ങനെ ചെയ്യാം. But this chain do not involve this main function group, that is OH. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ. ഏതാണ്? ദിസ് ഈസ് വൺ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്, ദിസ് ഈസ് അനദർ ഗ്രൂപ്പ് ദാറ്റ് ഈസ് ഓൾവേസ് ആസ് പ്രിഫിക്സ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത്. സോ ഇത് ഇൻവോൾവ് ചെയ്യുന്ന ചെയിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ഫ്രം ദിസ് സൈഡ് ലൈക്ക് ദിസ്, ഇവിടെ നിന്ന് പോവുക, ദെൻ നമ്മൾ ഇങ്ങനെ പോവുക, ഓർ യു ക്യാൻ സെലക്ട് ദാറ്റ് ഫ്രം ഹിയർ ടു ഹിയർ, ദിസ് വേ. അപ്പം നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. സോ അങ്ങനെയാകുമ്പോൾ നമ്മുടെ നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? യെസ്, ദാറ്റ് ഷുഡ് ബി ഡൺ ഫ്രം ദിസ് സൈഡ്. സോ നമ്പറിങ് നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങാൻ പറ്റില്ല? ഫംഗ്ഷൻ ഗ്രൂപ്പ്, മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ അത് ഇൻവോൾവ് ചെയ്യുന്ന ചെയിനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. സോ 1 2 3 4 5 6 7 8 ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. സോ 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് റൂട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് ഓക്ട് നമ്മൾ കൊടുത്തു. It consists only single bonds, so you can add A in there. And what about the main function group that is present on the first carbon? So that is 1 ol. And what about the chlorine that is present on the 4th position? So that is 4-chloro. And there is one more substituent. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് substituents ആണ് വരുന്നത്. That is one is chlorine and the other one is that is not included in the chain. So that is present on the 3rd carbon. So this is 3-ethyl. Ethyl group ആണ്. So that is 3-ethyl ആണ്. So 4-chloro and 3-ethyl. This is 4-chloro and this is 3-ethyl. അപ്പോൾ നമുക്ക് രണ്ട് ഗ്രൂപ്പ്സ് ആണുള്ളത്. അതിൻ്റെ അകത്ത് ആൽഫബറ്റിക് ഓർഡർ നോക്കുക. This is one with alphabetically first. So this is on the second position. So how will you name this? എങ്ങനെ പേര് കൊടുക്കും? Yes, first alphabetically first വരുന്നത് കൊടുക്കുക. That is 4-chloro. Then 3-ethyl, and here you have to remember O and E should be dropped. So you can write octan 1 ol. Okay, so this is the name. So we can write the name like this. Here another compound, that is CH2OH, or you can write this as CH2OH. How many carbons? 2 OH groups. This is the function group, and you can name this, number this as 1 2, isn't it? And the word root correspond to this, that is eth, and there is only single bond, so we can add A in. And what is the positions of the alcoholic groups? That is on first and second carbon. So, and also this is diol, 1 2 diol, and this start with di, not O. So no need to drop this E from here. So you have to write this as ethane 1 2 diol. That's the name. And there is a special name for this compound. This is commonly known as ethylene glycol. This is ethylene glycol, or simply
ഗ്ലൈക്കോൾ. ഇത് കൂടുതലായിട്ട് അറിയപ്പെടുന്ന ഗ്ലൈക്കോൾ എന്നുള്ള പേരിലാണ്, ethylene glycol or glycol എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. Then another compound here this is CH2OH, CHOH and CH2OH, or you can write this as CH2OH, CHOH, CH2OH. So this consists 3 OH groups and no other special groups. So you can number like this, starting from 1 and 1, 2, 3. Both are similar. Left in right ലേക്ക്, right in left ലേക്ക് നമ്പർ ചെയ്യാം. 3 OH ഗ്രൂപ്പ്സ് ആണുള്ളത്. സോ ദിസ് ഈസ് എ ട്രയോൾ. പൊസിഷൻസ് പറയാം. is 1, 2, 3. 3 OH ഗ്രൂപ്പ്സ് ആണ്. സോ ദിസ് ഈസ് triol. And what about the word root corresponding to 3? Yes, this is prop. And you can add a in there. So this is propane. So no need to drop this e. Remove chenda ashila. So this is propane 1, 2, 3 triol. Or this is a well-known compound. This is a glycerol. Or this is glycerin. Its industrial name, commercial name എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. സ്കിൻ സോഫ്റ്റനിങ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ദിസ് ഈസ് ഗ്ലിസറിൻ. ഓർ ട്രിവിയൽ നെയിം എന്ന് പറയുന്നത് ഗ്ലിസറോൾ ആണ്. Then another compound is CHO, CHO, and both are aldehyde group. So you can start the numbering either from here or from the right end. Again 1, 2, both are aldehyde group. The word root corresponding to this is eth, and only single bond, so ane, and 2 aldehyde groups on first and second carbon. So this is 1, 2 dial, or this is ethane 1, 2 dial, and also called glyoxal. This compound is called glyoxal. And the second one is COH, COH. As you can number this as 1, 2, and corresponding to this again eth and again ane, ethane ana. Then what about this? This is oic acid at first and second position. So this is 1, 2 dioic acid. So final name is this is ethane 1, 2 dioic acid. Okay, and this is commonly known as oxalic acid. ഇത്രയും കോമ്പൗണ്ട്സ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നെയിംസ് തന്നാൽ, IUPAC നെയിംസ് തന്നാൽ എങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് എഴുതുന്നതെന്ന് നോക്കാം. Consider the first one. Write the structures of the following compounds. Consider the first one, that is 1, 2, 3, 4 trimethyl octane. So you have to concentrate on this word root, that is oct. So you can put 8 carbons in straight chain like this, 1, 2, 3, 4, 5, 6, 7, 8 carbons, and you can put the numbers like this, 1, 2, 3, 4, 5, 6, 7, 8. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമ്പർ ചെയ്യാം. ഇനി എന്തൊക്കെയാണുള്ളത്? ഒക്ടെയിൻ consist only single bonds, and there is 2, 3, 4 trimethyl. സെക്കൻഡ് കാർബണിലും തേർഡ് കാർബണിലും ഫോർത്ത് കാർബണിലും നമുക്ക് മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ യു കൻ ആഡ് മീഥൈൽ ഗ്രൂപ്പ്സ് there. CH3, CH3, CH3. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാർബണിന് നമുക്ക് മാക്സിമം 4 ബോൺസേ ഫോം ചെയ്യാൻ പറ്റും. ഫോർ ദ ഫസ്റ്റ് കാർബൺ ദാറ്റ് ഈസ് എ ടെർമിനൽ കാർബൺ, സോ യു കൻ ആഡ് 3 more bonds like this as CH3, CH3. And what about here? There is 1, 2, 3 bonds. So you can add 1 more hydrogen there. Here also 1 more hydrogen. Here 1 more hydrogen. What about this carbon without branching? CH2, CH2, CH2. So this is the final structure. So consider the second one, 2-bromo-3-methyl heptane. Concentrate on the word root like concentrate here, that is hept. So you put 7 carbons like this, 1, 2, 3, 4, 5, 6, 7. Okay, number it from one end, 1, 2, 3, 4, 5, 6, 7. Okay, and you have to concentrate this ane, only single bonds. And what about this 1 all? ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. 1 all, ഫസ്റ്റ് കാർബണിൽ നമുക്കൊരു OH ഉണ്ട്, put the OH there. And what about this portion 3-methyl? ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഓരോ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. തേർഡ് കാർബണിൽ നമുക്കൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, put a methyl group there, CH3. What about 2-bromo? സെക്കൻഡ് കാർബണിൽ ഒരു ബ്രോമിൻ ഉണ്ട്, you add a bromine there. Okay, you try to complete this.
Okay, how will you complete this? Only 2 bonds ആയിട്ടുള്ളൂ. 2 bond കൂടെ കൊടുക്കുക with 2 hydrogen. What about here? CH, here CH, here CH2, 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 here CH3. So this is the method. Try another one. 3,3 trichlorooctane 2 on oct. So you put 8 carbons like this. 1, 2, 3, 4, 5, 6, 7, 8 carbons കൊടുക്കുക. Then നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ചെയ്യുക. You can add the numbering. You can start it from this end. 1, 2, 3, 4, 5, 6, 7, 8. നമ്പറിംഗ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? That is 2 on ആണ്. ഇത് നമ്മൾ ഓക്കെ ആയി. 2 on. 2 on എവിടെയാണ്? സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഓക്സിജനിൽ C ഡബിൾ ബോണ്ടഡ് O ഉണ്ട്. Then 3,3 ഡൈക്ലോറോ. തേർഡ് കാർബണിൽ നമുക്ക് 2 ക്ലോറിൻസ് ഉണ്ട്. Put the chlorines there. 2 ക്ലോറിൻസ് അവിടെ കൊടുക്കാം. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി. 3,3 ഡൈക്ലോറോ. ഇനി നമ്മൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. Yes, here it is CH3, N carbon ആണ്. Here also CH3. Middle carbons without branching, CH2, CH2, here CH2, here CH2, here CH2. What about this? Yes, here there is 3 bonds. 1, 2, 3 bonds already ഉണ്ട്. നാലാമത് ഒരു here 4 bonds already. 1, 2, 3, 4 bonds already ഉണ്ട്. ഇവിടെ നമുക്ക് 4 bonds already ഉണ്ട്. 1, 2, 3, 4. So no need to add anything there. And what about this? Yes, there are also 4 bonds. So no need to add anything there. അപ്പോൾ നമ്മുടെ bonds എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി. Then the next compound, that is hex2n1oic acid. What is the word root? Is hex. So you put 6 carbons in straight chain. 1, 2, 3, 4, 5, 6. Number it from one end. 1, 2, 3, 4, 5, 6 carbons കൊടുത്തു. Then second carbonൽ double bonded ആയിട്ടുള്ള carbon ആണ്. So that is 2n കൊടുത്തു. Then 1 oic acid. First carbon എന്ന് പറയുന്നത് oic acid ആണ്. So you add the COOH there. വീണ്ടും ഒരു COH കൊണ്ട് കൊടുക്കരുത്. Then it will be 7 carbon member. നമ്മൾ COH അതേപടി ഈ കാർബൺ തന്നെ നമ്മൾ COH ആക്കി മാറ്റാം. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. N carbon ആണ്, CH ആണ്. ഇവിടെ നമുക്ക് 1, 2, 3 bonds already ആയിട്ടുണ്ട്. So you can add 1 more hydrogen there. Here also 3 bonds, 1 more hydrogen. Here CH2, here CH2 and here CH3. So അങ്ങനെയാണ് ഇവിടുത്തെ ബോണ്ട്സ് വരുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ. Yes, this compound is secondary butyl alcohol. How will you give the structure? Yes, this is butyl, but and also secondary. So how will you add the carbons? Like this, C, 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 C. 4 carbon member ആണ്, but ആണ്. Then what about secondary carbon? The middle carbons are secondary. This and this both are secondaries. This is secondary, this also secondary. So you can add the OH there. Secondary butyl alcohol എന്ന് പറയുമ്പോൾ secondary carbonോടുകൂടി OH അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് secondary butyl alcohol എന്ന് പറയുന്നത്. So you can give the structure like this. Secondary carbonോടുകൂടി OH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. N carbons എപ്പോഴും എന്താണ്? CH3s ആണ്. Here also CH3 നമ്മൾ കൊടുത്തു. Then middle carbon നമുക്ക് 3 bonds already ആയിട്ടുണ്ട്. നാലാമത്തെ CH കൊടുക്കുക. Here also CH2. Okay. So this is the structure. So this is secondary butyl alcohol. And what is isopropyl chloride? Isopropyl group നമുക്കറിയാം. prop ആണ്. So that is a 3 carbon member ആണ്. അതിന്റെ സെക്കൻഡറി കാർബണോടുകൂടി ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെക്കൻഡറി ഐസോപ്രൊപ്പൈൽ എന്നാണ്. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പിംഗ് ഇതാണ്. ദാറ്റ് ഈസ് CH3 CH3 ആണ്. ഒന്നുകിൽ ഇങ്ങനെ പഠിക്കാം. CH3 CH3 സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ CH3 CHCl ആണ്. CH3. This is isopropyl group and here chlorine is attached to this compound. So this is isopropyl chloride. Okay. And the next one is propane 1,2,3 triol. എങ്ങനെ പേര് കൊടുക്കും? S പ്രൊപ്പാണ്. You can add 3 carbons like this. Propane ആണ്. So only single bonds are there. You can add the numbers like this. 1, 2, 3. All positions there is OH groups. Triol ആണ്. So here 1 OH, here 1 OH and here 1 OH. How do you complete this? Is N carbon ആണ്. But there is one branch. So this is CH2.
Here also CH2. What about here? 3 bonds. So one more bond, that is CH. Okay, this is propane 1, 2, 3 triode. And the next one is pen 1N 4-ine. So pen means 5 carbons. So you put 5 carbons like this. 3, 4, 5. Number it as 1, 2, 3, 4, 5. Then 1N. That means here there is a double bond. And 4-ine. So between 4 and 5 there is a triple bond. How do you complete this? Is here 2 bonds and 2 more, that is CH2. And what about here? 3 bonds, 1 more hydrogen. Here 2 bonds, 2 more hydrogen. Here 4 bonds, so no need to add any hydrogen there. Here 3 bonds, so 1 more hydrogen, like this. Okay, this is the structure. അപ്പോൾ നമ്മൾ ഒരുപാട് കോമ്പൗണ്ട്സ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ aromatic hydrocarbons-ലും കൂടെ നോക്കാനുണ്ട്. Now the aromatic compounds, especially benzenoids, how will you name this? As benzene, നമുക്കറിയാം ബെൻസിനകത്ത് bromine വന്നു. So this is called bromobenzene. Benzene before prefix ചെയ്യുവാണ് ചെയ്യുന്നത്, that is bromobenzene. And what about this? As one OH group is attached to the phenyl ring, and this is called phenol. The name phenol എന്നാണ്. And amino group is along with this benzene, and this is commonly known as aniline, which is more familiar. Aniline എന്ന പേരിലാണ് നമ്മൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. Or this is called aminobenzene. This is aminobenzene. And what about this compound? Its nitro group is attached to benzene, so this is nitrobenzene. This is nitrobenzene. And what about this compound? This is methylbenzene. Methylbenzene. And very common name, that is toluene, which is more familiar than the name. Methylbenzene-ക്കാളും കൂടുതൽ familiar toluene എന്നുള്ള name ആണ്. And here there is a methoxy group. Neither ആണ്. So this is methoxybenzene. Methoxybenzene, and commonly known as anisole. This is named as anisole. And how will you name this? If it contains 2 bromines. So if there is more than one substituent, you have to number it. ഇത് നമ്പർ ചെയ്യണം, and the substituent should get minimum number. അപ്പോൾ ഇതെങ്ങനെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യും? Yes, you can start from here as 1, 2, 3, 4, 5, 6. On the first carbon and second carbon there is bromine, so you can add 1, 2 dibromo along with the word root, that is benzene. So here the main word root is benzene. Benzene the substituents ആണ്. So this is the word root. So 1, 2 dibromobenzene. And what about here? You can number this like this as 1, 2, 3. Substituents in minimum number കിട്ടത്തക്ക രീതിയിൽ വേണം നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. So only this way. ഈ രീതിയിൽ നമ്പറിങ് ചെയ്യാൻ പാടുള്ളൂ. Not this way. So only through the right side. Okay. So this way in the numbering. So what about the positions? Again 1, 3 dibromobenzene. So this is 1, 3 dibromobenzene. And what about the last one? Yes, that is 1, 2, 3, 4, 5, 6. Yes, what is the name? Is 1, 4 dibromobenzene. This is 1, 4 dibromobenzene. And this 1, 2 positions are commonly known as ortho positions. 1, 2 positions are commonly known as ortho positions. And 1 and 3 positions are called meta positions. And 1 and 4 positions are called para positions. And are represented by ortho is represented by O hyphen. And meta is represented by M hyphen. And para is represented by P hyphen. As this compound is ortho dibromobenzene. Okay, so what about here? Is this is meta dibromobenzene. And this is common name only, not the IUPAC name. And what about here? This is para dibromobenzene. Okay, such the names. Here there is a compound
which consists 3 substituents, that is chlorine and 2 nitro groups. Okay, നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ ആൽഫബറ്റിക് ഓർഡർ നോക്കണം. ക്ലോറിൻ വിത്ത് ആൽഫബറ്റിക്കലി ഫസ്റ്റ്. So if there is a possibility to give a minimum number, a lowest possible number to chlorine, we start the numbering from that chlorine. അപ്പോൾ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ദിസ് ആസ് 1 2 3 4 5 6. ദിസ് ഈസ് ദ റൈറ്റ് വേ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കും, ദാറ്റ് ഈസ് 1 ക്ലോറോ എസ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്, 2ൽ 4ൽ നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ യു കൻ ആഡ് 2,4 ഡൈനൈട്രോ. ഇതെല്ലാം നമ്മൾ പ്രിഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബെൻസീൻ. So this is the name, that is 1 chloro 2,4 dinitro-benzene. Okay, so what about the second case? Second case il nammal engane numbering start cheyum? Can we start it from here? Chlorine ആണ് first position il namukku numbering 1 il start cheyan patto? The മൂന്നെണ്ണം നമ്മൾ പ്രിഫിക്സ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ്. നൈട്രോ ഗ്രൂപ്പ് ആണ്, ക്ലോറിൻ ആണ്, അതുപോലെ CH3 ഗ്രൂപ്പ് ആണ്. 3 പ്രിഫിക്സ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ്. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആൽഫബറ്റിക്കലി ഫസ്റ്റ് വരുന്ന ക്ലോറിൻ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എതിലേ പോകേണ്ടി വരും? യെസ്, ഇറ്റ് ഈസ് ത്രൂ ദിസ് വേ. സബ്സ്റ്റിറ്റ്യൂൻസിന് മിനിമം നമ്പർ കിട്ടത്തക്ക രീതിയിൽ പോകണമെങ്കിൽ ഇങ്ങനെ പോകണം, 4 5 6. ഇസ് ഇറ്റ് ദ റൈറ്റ് വേ? നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് ക്ലോറിൻ ഉണ്ട്, സെക്കൻഡിൽ മീഥാൽ ഗ്രൂപ്പ് ഉണ്ട്, ഫിഫ്തിൽ നമുക്ക് നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. 1 to 5 ആണ് അവിടുത്തെ കോമ്പിനേഷൻ. നമ്മുടെ കോമ്പിനേഷൻസ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. If the numbering is start from നമ്മുടെ കോമ്പിനേഷൻസ് ഒന്നും കൂടെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് 1 2 5 ആണ് നമ്മുടെ കോമ്പിനേഷൻസ് വരുന്നത്. ഇനി നമ്മുടെ നമ്പറിങ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പല പോസിബിലിറ്റിയും നമുക്ക് ചെക്ക് ചെയ്യാം. 1 2 3 4 5 6. നമ്മുടെ ഓപ്ഷൻസ് എങ്ങനെ വരും? യെസ്, നമുക്ക് 1ൽ ഒരെണ്ണമുണ്ട്, ദെൻ 2ലുണ്ട്, ദെൻ 4ലാണ് വരുന്നത് അടുത്തത്. സോ നമുക്ക് 1 to 5 ഉണ്ട്, 1 to 4 ഉണ്ട്. ഏതാണ് കറക്റ്റ് വേ? ദിസ് ഈസ് ദ കറക്റ്റ് വേ. അപ്പം നമ്മുടെ നമ്പറിങ് കൊടുത്തു, നമ്മളതനുസരിച്ചാണ്. ആദ്യത്തേൽ നമ്മുടെ ലോവസ്റ്റ് പോസിബിൾ നമ്പർ അല്ല, നമ്മുടെ നമ്പർ അതിനേക്കാൾ ലോവസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി രണ്ടാമതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് രീതിയിൽ വേണം ഇത് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് ആൽഫബറ്റിക് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതാണ് ആദ്യം എഴുതുന്നത് എന്നുള്ളതിൽ ആൽഫബറ്റിക് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്പറിങ് നമ്മൾ ആൽഫബറ്റിക്കലി നോക്കുന്നതിന് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോവസ്റ്റ് പോസിബിൾ നമ്പർ അല്ല വരുന്നത്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ നെയിം കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1ൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ 1ൽ നമുക്ക് മീഥൈൽ ഗ്രൂപ്പാണുള്ളത്, 1 മീഥൈൽ. ദെൻ സെക്കൻഡിൽ നമുക്ക് ക്ലോറിൻ ഉണ്ട്, ക്ലോറോ. ദെൻ 4ൽ നമുക്ക് നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. 4ൽ നമുക്ക് 4 നൈട്രോ 2 ക്ലോറോ ആൻഡ് 1 മീഥൈൽ. ഇനി നമ്മൾ ആൽഫബറ്റിക് ഓർഡർ നോക്കാം. വിച്ച് ഇസ് ദ വൺ ഇൻ alphabetically first, that is 2 chloro. So you can add the name like this, that is 2 chloro first, then 1 methyl, 4 nitro benzene, 4 nitro benzene. So this is the name. Okay, then what about the last one? Yes, here there is an amino group, NH2 group. So that is with alphabetically first, but that is the one with the highest priority group ആണ്. ഇതൊരു ഹയസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഫസ്റ്റ് നമ്പർ കൊടുത്തക്ക രീതിയിൽ മാത്രമേ ഇത് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഏതിനാണ് പ്രയോറിറ്റിയിൽ ഫസ്റ്റ് വരുന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് മിനിമം നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ 1 2 3 4 5 6. ദിസ് ഈസ് ദ ഓൺലി വേ. അങ്ങനെയാകുമ്പോൾ പേരെന്ത് വരും? യെസ്, നമുക്ക് ദാറ്റ് ഈസ് അമിനോ ബെൻസീൻ ആണ്. സോ നമ്മുടെ അമിനോ ബെൻസീൻ എന്ന് കൊടുക്കാം. ഓർ യു ക്യാൻ നെയിം ദിസ് ആസ് അനിലിൻ. അനിലിൻ എന്ന് പറയുന്ന കോമൺ നെയിം നമ്മളിവിടെ IUPAC നെയിമിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സെക്കൻഡിലും 4ത്തിലുമാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്നത്. സെക്കൻഡിൽ നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് 2 മീഥൈൽ. ദെൻ 4ത്തിൽ നമുക്ക് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 4 ഈഥൈൽ. ആൽഫബറ്റിക്കലി വരുമ്പോൾ നമുക്ക് ഏതാണ് ഫസ്റ്റ് വരുന്നത്? ദിസ് ഈസ് ഇൻ ദ ഫസ്റ്റ് വേ ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് വൺ.
the corrected name is 4-ethyl, alphabetically first വന്നത്, then 2-methyl, yes, 2-methyl aniline. Or you can write this as aminobenzene as the main word root. Okay. So some more groups. Here there is a special group that is OMeth, so that is methoxybenzene. Or if there is no chlorine and methyl, this is anisole. Chlorine methyl ഇല്ലെങ്കിൽ ഇതിന്റെ പേര് ആനിസോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണിത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ ഗ്രൂപ്പ് വരുന്നത്. സോ ദിസ് ഈസ് named as, this is numbered as 1, and this is 2, this is 3, this is 4, like this. And what about the numbering? What about the name? എന്താണ് ഇവിടെ കൊടുക്കുന്ന നെയിം എന്താണ്? സെക്കൻഡിൽ നമുക്ക് ക്ലോറിൻ ഉണ്ട്, യു കെൻ ആഡ് 2 chloro there. Then ഫോർത്തിൽ നമുക്ക് methyl group ഉണ്ട്, so you can add 4 methyl there, along with that anisole. ഇങ്ങനെ കൊടുക്കാം. ഓർ മെത്തോക്സിബെൻസീൻ, അനിസോൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? മെത്തോക്സിബെൻസീൻ. ദെൻ കറക്റ്റഡ് നെയിമിലേക്ക് പോവാം. എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക? ഓക്കെ, ടു ക്ലോറോ 4-methyl anisole. Okay, what about the last one? Yes, here there is a special group, that is phenol. If there is no CH3 groups, it is phenol. So numbering should start from this position as 1, 2, 3, 4, 5, 6. Okay, and what about the positions of the methyl groups? That is on the 3rd and 4th carbon. So you can add this as 3, 4 dimethyl phenol. Okay, ഇന്നത്തെ ക്വിസ് ടൈമിലേക്ക് സ്വാഗതം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ്സിൽ വീണ്ടും കാണുക, എല്ലാ റൂൾസും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.